ഓൾ വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനില് സ്റ്റീലിലെ വെൽഡിംഗ് എന്ന് പറയുന്ന പോർഷനിലെ ക്വസ്റ്റ്യൻസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള തിയറിയുമാണ് പറയുന്നത്. ഈ ഒരു സെഷൻ കണ്ടാൽ തന്നെ വെൽഡിംഗിലെ നമുക്ക് എക്സാമിൽ വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ തന്നെ അടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു സെഷൻ മാത്രം കാണുക. വെൽഡിംഗിന്റെ എല്ലാ പോയിന്റുകളും ക്വസ്റ്റ്യനുകളും അതിന് ചുറ്റുപറ്റിയുള്ള എക്സ്ട്രാ പോയിന്റുകളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. നമുക്ക് ചോദ്യം നമ്പർ 1. യെസ്, ചോദ്യം പറയുന്നു, ചുറ്റുമുള്ള തിയറി പറയുന്നു, പഴയ അതേ പരിപാടി തന്നെ, ബോംബ് കഥ. ഓക്കെ, പഴയ ബോംബ് കഥ. The type of weld used for butt joint എന്നാണ് പറയുന്നത്. ബട്ട് ജോയിന്റ് എന്ന് വെച്ചാൽ പ്ലേറ്റുകൾ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ബാക്ക് ടു ബാക്ക് ആണ്. രണ്ട് പ്ലേറ്റ്. Now we are trying to join those plate back to back ആണ്. അതിനെയാണ് ബട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്, അതിനെയാണ് നമ്മൾ എന്താ പറയാ, ബട്ട് ജോയിന്റ്. ആ ബട്ട് ജോയിന്റ് ദാറ്റ് ഈസ് ഈ പറയുന്ന രീതിയിൽ ഇതാണ് പ്ലേറ്റ് നമ്പർ 1, ഇതാണ് പ്ലേറ്റ് നമ്പർ 2. നിങ്ങൾ ഈ രണ്ട് പ്ലേറ്റുകളെ ബാക്ക് ടു ബാക്ക് ആണ് കണക്ട് ചെയ്യുന്നത് അല്ലെ? ഇത്തരത്തിൽ ഇതാണ് അതിന്റെ 3 ഡയമെൻഷണൽ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ സൈഡ് വ്യൂ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതായിരുന്നു ഒന്നാമത്തെ പ്ലേറ്റ്, ഇതാണ് രണ്ടാമത്തെ പ്ലേറ്റ് വരുന്നത്. ഈ രണ്ട് പ്ലേറ്റുകളെയും ഇത്തരത്തിൽ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തുകൊണ്ട് സൈഡ് വ്യൂ മാത്രം നോക്കുകയാണെങ്കിൽ, അതായത് ഫ്രം ദിസ് വ്യൂ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, അത്തരത്തിലുള്ള യെസ് വെൽഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക് ടു ബാക്ക് വെൽഡ്, ബട്ട് വെൽഡ്, അല്ലെങ്കിൽ അതിനെ ഗ്രൂവ് വെൽഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള വളരെയധികം ബേസിക് ആയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം. സോ ഇറ്റ് ഈസ് സം ആസ് ഓപ്ഷൻ എ. ഏതൊക്കെയാണ്? ഗ്രൂവ് വെൽഡ്, പ്ലഗ് വെൽഡ്, സ്ലോട്ട് വെൽഡ്, ഫില്ലറ്റ് വെൽഡ്. ഓപ്ഷൻ എ ഗ്രൂവ് വെൽഡ് ആണ്. ഓക്കെ, വെൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കണക്ടിംഗ് ടു മെറ്റൽ പാർട്സ് ബൈ ഹീറ്റിംഗ് അറ്റ് സൂട്ടബിൾ ടെമ്പറേച്ചർ വിത്ത് ഓർ വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. ചൂടാക്കിക്കൊണ്ട് വെൽഡിംഗ് മെറ്റൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് രണ്ട് സ്റ്റീൽ കഷ്ണങ്ങളെ, പ്ലേറ്റുകളെ നമ്മൾ കണക്ട് ചെയ്യുന്നു. ആൻഡ് അറിഞ്ഞിരിക്കുക, ചോദ്യം ഇതാണ്, 1500 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഈ പറയുന്ന വെൽഡിംഗ് എന്ന് പറയുന്ന പരിപാടി ചെയ്ത് കാണാറുള്ളത് നാട്ടില്. എന്ന ടെമ്പറേച്ചറും കൂടി അറിഞ്ഞിരിക്കുക. ടൈപ്സ് ഓഫ് വെൽഡ് ആദ്യം നമുക്ക് പറഞ്ഞത് ബട്ട് വെൽഡ് എന്ന് പറയുന്ന പ്രോസസ് ആയിരുന്നു. യെസ്, ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഗ്രൂവ് വെൽഡ്. വി ആർ ട്രൈയിങ് ടു കണക്ട് ദ ഓർ വെൽഡ് ദ പ്ലേറ്റ് ബാക്ക് ടു ബാക്ക് അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ആണ്. ക്ലിയർ അല്ലേ? ഇതിനെയാണ് ഗ്രൂവ് അല്ലെങ്കിൽ ബട്ട് വെൽഡ് എന്ന് പറയാം. യെസ്, ഈ പറയുന്ന ഗ്രൂവ് വെൽഡ് അല്ലെങ്കിൽ ബട്ട് വെൽഡ് എന്ന് പറയുന്നത് സിംഗിൾ ഗ്രൂവ് ആവാം അല്ലെങ്കിൽ ഡബിൾ ഗ്രൂവ് വെൽഡ് ആവാം. നോക്കിയേ, അവിടെ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാക്കി പറയേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ രണ്ട് പ്ലേറ്റുകളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതായിരുന്നു ഒന്നാമത്തെ പ്ലേറ്റ്, ഇതാണ് രണ്ടാമത്തെ പ്ലേറ്റ്. എന്നിട്ട് ഇവർക്കിടയിൽ നിങ്ങൾ നോക്കിയേ എന്ത് ചെയ്യുന്നു, നിങ്ങൾ വെൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. നോക്കിയേ, ഈ വരച്ചിരിക്കുന്ന ഒന്നാമത്തെ രീതിയാണോ നല്ലത്, അല്ലെങ്കിൽ ഈ രണ്ട് പ്ലേറ്റുകളെ ഇത്തരത്തിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്രൂവ് കട്ട് ചെയ്യാം. യെസ്, അടുത്ത പ്ലേറ്റിലും തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു പ്ലേറ്റിലും നമുക്ക് ഗ്രൂവ് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ പറയുന്ന ഏരിയയിൽ നല്ല രീതിയിൽ വളരെ യൂണിഫോം ആയിട്ട് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? യെസ്, യെല്ലോ കളറിൽ വരയ്ക്കുന്നത് വെൽഡാണ് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രൂവ് ഉണ്ടാക്കി രണ്ട് പ്ലേറ്റുകളെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുന്നതാണോ കൂടുതൽ എഫിഷ്യന്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രൂവ് ഉണ്ടാക്കാതെ പ്ലേറ്റുകളുടെ എഡ്ജുകൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നു? അതായത് ഇതിനെ സ്ക്വയർ എന്നാണ് പറയുന്നത്. ആൻഡ് സിൻസ് വി ആർ കണക്ടിംഗ് ബാക്ക് ടു ബാക്ക്, ഇറ്റ് ഈസ് ടേംഡ് ആസ് സ്ക്വയർ ബട്ട് വെൽഡ് എന്ന് പറയും. ഈ എഡ്ജുകൾ സ്ക്വയർ തന്നെയാണ്, അതിനെ മാറ്റാതെ, അതിനെ ഒരു തരത്തിലും ചേഞ്ച് വരുത്താതെ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ നല്ലത്? ഓർ രണ്ടാമത്തെ രീതിയിൽ ഗ്രൂവ് ഉണ്ടാക്കിയതിനു ശേഷം വെൽഡ് ചെയ്യുന്നു. ഇതിനെയും നമ്മൾ സാധാരണ രീതിയിൽ എന്ത് പറയുന്നു? ദിസ് ഈസ് ഓൾസോ ടേംഡ് ആസ് വെറും ബട്ട് വെൽഡ് എന്ന് പറയുന്നു. ഏതായിരിക്കും കൂടുതൽ നല്ലത്? കണക്ഷൻ കൂടുതൽ സ്ട്രോങ് കാണപ്പെടാനുള്ള സാധ്യതകൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും, ദിസ് ഈസ് മോർ എഫിഷ്യന്റ്. ഗ്രൂവ് ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾക്ക് വളരെ എഫിഷ്യന്റ് ആയ രീതിയിൽ വെൽഡ് ആ ഗ്രൂവിലേക്ക് ഇറക്കുകയും രണ്ട് പ്ലേറ്റിനെ പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. നമുക്ക് വെൽഡ് നല്ലപോലെ നടന്നു എന്ന് എൻഷുർ ചെയ്യണമെങ്കിൽ, നല്ല രീതിയിൽ വെൽഡ് മെറ്റീരിയൽ പ്ലേറ്റുകൾക്കിടയിൽ ഇറങ്ങി എന്ന് എൻഷുർ ചെയ്യണമെങ്കിൽ ബെറ്റർ യു ഗോ ഫോർ ഏതാണ്? ഗ്രൂവ് വെൽഡ് ആണ് ആസ് കമ്പയർഡ് ടു ദ സ്ക്വയർ വെൽഡ്. ക്ലിയർ അല്ലേ? സോ നാട്ടിൽ ഭൂരിപക്ഷ സമയവും കൊണ്ട് നടക്കാൻ പോകുന്ന വെൽഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, ബാക്ക് ടു ബാക്ക് കണക്ഷൻ ആണെങ്കിൽ ഗ്രൂവ് വെൽഡ് ആയിരിക്കും. ഇനി എപ്പോഴാണ് നമ്മൾ ഗ്രൂവ് ഉണ്ടാക്കാതെ പ്ലേറ്റുകളുടെ അറ്റം യാതൊരു തരത്തിലുള്ള മാറ്റം വരുത്താതെ സ്ക്വയർ പ്ലേറ്റുകളെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യുന്നു? ദാറ്റ് ഈസ് ടേംഡ് ആസ് സ്ക്വയർ ബട്ട് വെൽഡ്. ഇത് എപ്പോഴാണ് ചെയ്യുക എന്ന് വെച്ചാൽ വേണ്ട, യെസ്, സൈസ് ഓഫ് ദ പ്ലേറ്റ്. സൈസ് എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്. ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ഈസ് ലെസ് ദാൻ തിക്നെസ് ഓഫ് പ്ലേറ്റ്, ലെസ് ദാൻ എന്ന് പറയാം, അല്ലെങ്കിൽ അപ് ടു 8 mm വരെ ആണെങ്കിൽ ഈ പറയുന്ന കണക്ട് ചെയ്യാൻ പോകുന്ന പ്ലേറ്റുകളുടെ തിക്നെസ് T അപ് ടു 8 mm വരെ ആണെങ്കിൽ, 8 mm അതിൽ താഴെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഗ്രൂവ് കട്ട് ചെയ്ത് മെനക്കേട് ഉണ്ടാക്കരുത്, കലവൻ ഉണ്ടാക്കരുത്. 8 mm
യെസ്, സൈസ് കുറവാണെങ്കിൽ ഗ്രൂവ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും പ്ലേറ്റിന്റെ സ്ട്രെങ്തിനെ ശോചനീയമാക്കും, അത് വീക്കൻ ചെയ്യും. നോക്കിയ ഒന്നാമതേ പ്ലേറ്റിന്റെ തിക്നസ് കുറവാണ്. ഒന്നാമതേ 8 mm താഴെ നടക്കുമ്പോൾ പ്ലേറ്റിന്റെ തിക്നസ് വല്ലാതെ കുറവാണ്. എന്നിട്ട് ആ പ്ലേറ്റിൽ നിങ്ങൾ ഗ്രൂവും കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ പ്ലേറ്റിന്റെ ആ പ്ലേറ്റ് വീക്ക് ആവും. ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ആ ഒരു സാഹചര്യത്തിൽ മാത്രം വി ഗോ ഫോർ സ്ക്വയർ ബട്ട് വെൽഡ്. ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളിലും വി ഗോ ഫോർ ഏതാണ്, ഗ്രൂവ് കട്ട് ചെയ്തുകൊണ്ട് വെൽഡ് നല്ലപോലെ ഇറക്കി നമ്മൾ കണക്ഷൻ ഉറപ്പിക്കുന്നു. ക്ലിയർ അല്ലേ? ഇത്തരത്തിൽ നിങ്ങൾ രണ്ട് സൈഡിലും ഗ്രൂവ് ഉണ്ടാക്കുന്നതാ. ഇവിടെ വി എന്ന് പറയുന്ന ഷേപ്പിൽ ഗ്രൂവ്, ഇവിടെയും വി എന്ന് പറയുന്ന ഷേപ്പിൽ ഗ്രൂവ്. ഈ കാണിച്ചിരിക്കുന്നത് എന്താ അറിയോ, ദിസ് ഈസ് ഡബിൾ ഗ്രൂവ് ആണ്. ഡബിൾ വി ഗ്രൂവ് വെൽഡ്. രണ്ട് വശത്തും വി എന്ന് പറയുന്ന ഷേപ്പിൽ വി കാണുന്നുണ്ടോ, വി 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 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്റർ കാണുന്നുണ്ടോ? ഇത്തരത്തിൽ വി ഒരു ഇവിടെയും വി. ദിസ് ഇസ് കോൾഡ് ഡബിൾ വി ഗ്രൂവ്. എന്താ ഗുണം എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ എഴുതുകയാണ്, ഈ ഡബിൾ വി ഗ്രൂവിൽ ഫുൾ പെനിട്രേഷൻ കാണാൻ സാധിക്കും. ഫുൾ പെനിട്രേഷൻ ഓഫ് വെൽഡ് ക്യാൻ ബി എൻഷുർഡ്. ഫുൾ പെനിട്രേഷൻ ഓഫ് വെൽഡ് ഈസ് എൻഷുർഡ് എന്ന് വെച്ചാൽ ഏറ്റവും എഫിഷ്യന്റ് ആയ ബാക്ക് ടു ബാക്ക് അല്ലെങ്കിൽ ബട്ട് വെൽഡ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഡബിൾ ഗ്രൂവ് വെൽഡ് ആണ്. കാരണം ഇവിടെ ഒരു ഗ്രൂവും കൂടി ഉണ്ട്, സിംഗിൾ ഗ്രൂവ് വെൽഡ് ഉണ്ട്. കാണാൻ സാധിക്കും നിങ്ങൾക്ക്. there is a single groove weld എന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രൂവ് ഒരു വശത്ത് മാത്രമാണെങ്കിൽ അതിനെയാണ് നിങ്ങൾ സിംഗിൾ ഗ്രൂവ് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സംതിങ് ലൈക്ക് ദിസ്. ഇത്തരത്തിലാണ് നിങ്ങൾ വെൽഡ് കട്ട് ചെയ്തുകൊണ്ട്, യെസ്, നിങ്ങൾ ഗ്രൂവ് കട്ട് ചെയ്തുകൊണ്ട് വെൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ this is termed as single V groove weld ആണ്. But as compared to the previous, as compared to the double V, നമുക്ക് ഇവിടെ ഫുൾ ഡെപ്തില് വെൽഡിന്റെ പെനിട്രേഷൻ കാണാൻ സാധിക്കില്ല. സോ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഡബിൾ വി ഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ എഫിഷ്യന്റ് ആണ്, because we can observe or we can ensure a full penetration of weld material in case of double groove. Clear? Double groove. Also, is that okay? So back to back plate will continue. That is termed as butt weld or groove weld. ചില സമയങ്ങളിൽ അത് സ്ക്വയർ ബട്ട് വെൽഡ് ആവാം. മോസ്റ്റ് ഓഫ് ടൈമിൽ ദേ ആർ ഗ്രൂവ് വെൽഡ് ആണ്. അത് സിംഗിൾ വി ആവാം, ഡബിൾ വി ആവാം. വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ? So if the welding is done by providing single groove, it is called a single groove joint. If the welding is provided by double groove, it is called a double groove joint. Okay? Yes, 1500 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ഈ കാണുന്ന വെൽഡിംഗിന്റെ ടെമ്പറേച്ചർ എന്ന പോയിന്റ് കൂടി ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നോക്കിയ ഒരു ചോദ്യം പറയുന്നു, അതിന്റെ ചുറ്റുമുള്ള തിയറി പറയുന്നു. സെഷൻ നിങ്ങൾക്ക് ഇത് തന്നെ ഇനഫ് ആണ് സ്റ്റീലിലെ വെൽഡിംഗ് എന്ന് പറയുന്ന പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ടൈപ്പ് ഓഫ് വെൽഡ് ഷോൺ ഇൻ ദ ഫിഗർ. നേരത്തെ കാണിച്ചതുപോലെയല്ല. നേരത്തെ കാണിച്ചത് രണ്ട് പ്ലേറ്റുകൾ ബാക്ക് ടു ബാക്ക് ആണ് കണക്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് പ്ലേറ്റുകൾ ഓവർലാപ്പ് ചെയ്യപ്പെടുന്ന മറ്റൊരു സാഹചര്യം. ഓക്കെ, ലെസ് ഒന്നാമത്തെ പ്ലേറ്റ് രണ്ടാമത്തെ പ്ലേറ്റുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. പ്ലേറ്റ് നമ്പർ 1 ഈസ് ഓവർലാപ്പിംഗ് വിത്ത് പ്ലേറ്റ് നമ്പർ 2. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? വെൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഓവർലാപ്പിംഗ് ഈസ് ഒക്കറിംഗ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ദിസ് ഈസ് termed as ഓപ്ഷൻ എ ഫില്ലറ്റ് വെൽഡ് ആണ്. It is termed as option A fillet weld എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. That is, plates are getting overlapped to each other. Then we are doing the welding. ഈ പറയുന്ന ഓവർലാപ്ഡ് വെൽഡിംഗ് ഉണ്ടല്ലോ, ഈ പറയുന്ന ഓവർലാപ്ഡ് വെൽഡിംഗ് പല രീതിയിലാവട്ടോ. അല്ലെങ്കിൽ ഫില്ലറ്റ് വെൽഡ്. നോക്കിയേ, ഫില്ലറ്റ് വെൽഡ് 2 plates are getting overlapped in any direction. Okay, and പ്ലേറ്റുകൾ കട്ട് ചെയ്യുമ്പോൾ ആ രണ്ട് പ്ലേറ്റുകളുടെയും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രിയിലും 120 ഡിഗ്രിയിലും ഇടയിലായിരിക്കണം. 60 ഡിഗ്രിയിലും 120 ഡിഗ്രിയിലും ഇടയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ ആവാം നമ്മുടെ ഓവർലാപ്പിംഗ്. അല്ലെങ്കിൽ നോക്കൂ, ഇതാണ് ഒരു പ്ലേറ്റ്, ഒന്നാമത്തെ പ്ലേറ്റ്, ആൻഡ് ഈ പ്ലേറ്റിനെ മറ്റൊരു പ്ലേറ്റുമായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ആൻഡ് നൗ ദ പ്ലേറ്റ്സ് ആർ, അല്ല, ഇതാണ് പ്ലേറ്റ് നമ്പർ 1, ഇതാണ് പ്ലേറ്റ് നമ്പർ 2. ആംഗിൾ പറയൂ. പ്ലേറ്റ് നമ്പർ 1 and 2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിലാണ്. ക്ലിയർ അല്ലേ? ആൻഡ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ വളരെ വൃത്തിയിൽ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ശ്രമമാണല്ലോ അഖില സാരം കൂടി. നോക്കിയതാ, ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വെൽഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ദിസ് ഇസ് termed as fillet weld. ഇനി 90 ഡിഗ്രി തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ എന്താവാം, രണ്ട് പ്ലേറ്റുകളുടെ ആംഗിളുകൾ ഇത്തരത്തിലാവാം. ഈ പറയുന്ന ഒരു പ്ലേറ്റ് ഇങ്ങനെ, യെസ്, ആൻഡ് അതിൽ മറ്റൊരു പ്ലേറ്റുമായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലാവാം ആംഗിൾ. എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? വെൽഡ് പ്രൊവൈഡ് ചെയ്യുന്നു. യെസ്, ദിസ് ഇസ് termed as എന്താണ്? യെസ്, മേ ബി മോർ ദാൻ 120 ഡിഗ്രിയിലാവാൻ സാധ്യത ഉണ്ടാവരുത്. യെസ്, ഇത്തരത്തിൽ പ്ലേറ്റുകൾ ഡിഫറെന്റ് ആംഗിളുകളിൽ, മേ ബി ദിസ് ആംഗിൾ എത്രയാവാം? ഒരു 120 ഡിഗ്രി ആവാം. ബട്ട് ഒരു കാരണവശാലും 120 ഡിഗ്രിയിൽ കൂടാൻ പാടില്ല.
120 ഡിഗ്രിയിലും 60 ഡിഗ്രിയിലും ഇടയിലായിരിക്കണം നിർബന്ധമായ പോയിന്റ് ആണ്. അതിന് റീസൺ ഒക്കെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ? സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻ ഷുഡ് ബി 60 to 120 ഡിഗ്രി. കൂടുതലായിട്ടും കാണപ്പെടുന്ന ആംഗിൾ ഏതായിരിക്കും? 90 ഡിഗ്രി ഫില്ലറ്റ് വെൽഡ് ആണ് നാട്ടിൽ. 90 ഡിഗ്രി ഫില്ലറ്റ് വെൽഡ് ആണ് നാട്ടിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തുകൂടി പറയാനുള്ളത്? ദാറ്റ് ഈസ് നോൺഡ് ആസ് സ്റ്റാൻഡേർഡ് ഫില്ലറ്റ് വെൽഡ്. സ്റ്റാൻഡേർഡ് ഫില്ലറ്റ് വെൽഡ് എന്ന് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? യെസ്, രണ്ട് പ്ലേറ്റുകളെ ഇത്തരത്തിൽ കണക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇനി രേഖപ്പെടുത്താനുള്ള മറ്റൊരു പോയിന്റ് ആണ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്ന സാധനം. ശ്രദ്ധിക്കൂ, ത്രോട്ട് തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന ഫില്ലറ്റ് വെൽഡ്, ഇതാണല്ലോ വെൽഡ് എന്ന് പറഞ്ഞാൽ, ഇതാണല്ലോ വെൽഡ് എന്ന് പറഞ്ഞാൽ ആ വെൽഡ് ഷേപ്പിന്റെ അകത്ത് എന്തോ ഒരു ഷേപ്പാണ്, എന്തോ ഒരു വൃത്തിയുടെ ഷേപ്പാണ്. ആ ഷേപ്പിന്റെ അകത്ത് നിങ്ങൾക്ക് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കൂ. ഏറ്റവും വലിയ ഐസോസെലസ് ട്രയാങ്കിൾ ഏതെങ്കിലും വരയ്ക്കാം. ലെറ്റ് മീ ഡ്രോ ദാറ്റ് ഇൻ റെഡ് ഇങ്ക്. വെയിറ്റ് റെഡ് ഇങ്കിൽ വരയ്ക്കാം. ഈ പറയുന്ന ട്രയാങ്കിളിന്റെ അകത്ത് നിങ്ങൾക്ക് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കൊള്ളിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഇറക്കി വരയ്ക്കാൻ സാധിക്കുന്ന യെസ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഞാൻ വരച്ചപ്പോ കുറച്ച് യെസ് പാളിപ്പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമാക്കണ്ട. ഈ പറയുന്ന സൈഡും ഈ പറയുന്ന വശം ദ സൈഡ് എ ആൻഡ് ദ സൈഡ് ബി യെസ് ഹാവിംഗ് ദ സെയിം ലെങ്ത്. അതാണല്ലോ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ആ വെൽഡ് ഷേപ്പിന്റെ അകത്ത് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഐസോസെലസ് ട്രയാങ്കിൾ. അങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളുടെ ഈ സൈഡിനെ നമ്മൾ എ എന്നാണ് ഡയമെൻഷൻ പറഞ്ഞത്, ഈ സൈഡിനെ നമ്മൾ ബി എന്നാണ് ഡയമെൻഷൻ പറഞ്ഞത്. ആ ട്രയാങ്കിളിന്റെ ലെഗ് സൈസുകൾ, അതായത് എ ആൻഡ് ബി എന്ന് പറയുന്ന ആ ലെങ്തുകളെയാണ് നമ്മൾ സൈസ് ഓഫ് ദ വെൽഡ് എന്ന് പറയുക. സൈസ് ഓഫ് ദ വെൽഡ് എന്ന് പറയപ്പെടുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സൈഡ്സ് ഓഫ് ദ, what do you mean by size of the weld? It is the sides of the largest isosceles triangle inside the weld. Isosceles triangle inside the weld. Clear അല്ലേ? ആ വെൽഡിനകത്ത് കാണപ്പെടുന്ന ഏറ്റവും വലിയ ഐസോസെലസ് ട്രയാങ്കിളിന്റെ സൈഡുകളെയാണ് നമ്മൾ സൈസ് നൊട്ടേഷൻ നമ്മൾ ഇനി എസ് എന്നാണ് പറയാ. ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ അല്ലേ? ഞാൻ ആ ട്രയാങ്കിളിനെ മാത്രം മാറ്റി വരയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാണുന്ന ട്രയാങ്കിളിനെ മാത്രം പുറത്തേക്ക് എടുത്ത് വരച്ചാൽ, ഈ കാണുന്ന ട്രയാങ്കിളിനെ മാത്രം പുറത്തേക്ക് എടുത്ത് വരച്ചാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ആ ട്രയാങ്കിൾ ആണ് ഇമ്പോർട്ടന്റ്. സോ നമ്മുടെ വെൽഡ് ഇനി മുന്നോട്ട് പോകുമ്പോൾ, ഏകദേശം ഇങ്ങനെയായിരിക്കും. നമ്മുടെ വെൽഡ് മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇതാ നമ്മൾ എന്തിനാണ് ഈ സൈസും കൂടി കാണിച്ചത് നോക്കിയേ. എല്ലാ ചിത്രങ്ങളും വ്യക്തമായി മനസ്സിലാക്കണം. ഇത് തന്നെയാണ് സ്റ്റീലിന്റെ മെയിൻ പ്രശ്നം. നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ എന്താ വരയ്ക്കുന്നത് ഒരു പിടുത്തം ഉണ്ടാവില്ല ചിലർക്ക്. നോക്കിയേ, അതെങ്ങനെ വരച്ചു എന്ന് ചോദിച്ചാൽ, രണ്ട് പ്ലേറ്റുകളാണ്. ഇതായിരുന്നല്ലോ ഒന്നാമത്തെ പ്ലേറ്റ്. വെയിറ്റ്, ഇതായിരുന്നു ഒന്നാമത്തെ പ്ലേറ്റ്. യെസ്, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു പ്ലേറ്റ്, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു പ്ലേറ്റ്. ഇതാണ് ഇതിന്റെ 3 ഡയമെൻഷണൽ വ്യൂ ഒന്ന് കാണിക്കൂ. ഇതിന്റെ 3 ഡയമെൻഷണൽ വ്യൂ കാണിക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും ഏകദേശം. 3 ഡയമെൻഷണൽ വ്യൂ കൂടി കാണുമ്പോൾ സാധനം കളർഫുൾ ആണ്, പവർഫുൾ ആണ്. നോക്കൂ, ഈ പറയുന്ന പ്ലേറ്റുകളുടെ 3 ഡയമെൻഷണൽ വ്യൂ കൂടി നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. കലയുടെ പ്രദർശനം. 3 ഡയമെൻഷണൽ പ്ലേറ്റുകൾ കാണുന്നു. നിങ്ങൾ ഇതിലൂടെ വെൽഡ് കൊടുത്തു ധൈര്യമായിട്ട് വെൽഡാണ് പോയിരിക്കുന്നത്. ഇത്തരത്തിൽ ത്രൂ ഔട്ട് ദ ലെങ്ത്തിൽ നിങ്ങൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? വി ആർ പ്രൊവൈഡിംഗ് വെൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ നിന്നും ലെങ്ത് ഓഫ് ദ വെൽഡ് എൽ കാണാൻ സാധിക്കും. യെസ്, ആൻഡ് നമ്മൾ നേരത്തെ ഇൻസ്ക്രൈബ് ചെയ്ത ട്രയാങ്കിൾ ഇതാ ഇവിടെ കിടക്കുന്നത്. ഇതാ കിടക്കുന്ന ട്രയാങ്കിൾ. Clearly, this is a triangle. That is the isosceles triangle we can see here. That is the isosceles triangle you can see here. വ്യക്തമാണോ? അതായത് ഈ ഒരു ചിത്രത്തിൽ ആ മൊത്തം ലെങ്തിലുള്ള ട്രയാങ്കിൾ നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ്. ഇതാ കണ്ടോളൂ. യെസ്, ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലിയർലി? ക്ലിയർ ആണോ? ക്ലിയർലി? ഇനി ശ്രദ്ധിക്കാം. ഈ പറയുന്ന ട്രയാങ്കിളിന്റെ ഈ സൈഡ് എ ആയിരുന്നു, ഈ സൈഡ് ബി ആയിരുന്നു. നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റിലേക്ക് കടക്കുകയാണ്. ആ എ ആൻഡ് ബി സൈഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, എ ഈക്വൽ ടു ബി ആണ്. അതാണ് നമ്മൾ എന്ത് പറയാ? മോസ്റ്റ്ലി എ ഈക്വൽ ടു എന്താണ്? ബി ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സൈസ് ഓഫ് ദ വെൽഡ് എസ് എന്ന് പറയാം. ശരി, ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഈ പറയുന്ന ട്രയാങ്കിളിന്റെ കോർണറിന് ഇതല്ലേ ഹൈപ്പോർണസ്? ഇതല്ലേ ഈ ട്രയാങ്കിളിന്റെ സൈഡ് ഇത് ഹൈപ്പോർണസ് 90 ഡിഗ്രി ആംഗിൾ അല്ലേ? ഈ പറയുന്ന ഹൈപ്പോർണസിലേക്ക് നിങ്ങൾ ഒരു 90 ഡിഗ്രി, കറക്റ്റ് 90 ഡിഗ്രി, ആ ഹൈപ്പോർണസിലേക്ക് ഒരു 90 ഡിഗ്രി ഡിസ്റ്റൻസ് ഡ്രോപ്പ് ചെയ്യൂ. 90 ഡിഗ്രി ഡിസ്റ്റൻസ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന മഞ്ഞ കളറിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലെങ്ത് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്ന ലെങ്ത്. ദാറ്റ് ഈസ് ദ ത്രോട്ട് തിക്നെസ് എന്ന് വെച്ചാൽ വ്യക്തമാക്കിയ ഭാഷയിൽ പറയാം. ഇതിന് നമുക്ക് ഇങ്ങോട്ടും കൂടി നീട്ടി വരയ്ക്കാം. ഇവിടെ നിന്നും നിങ്ങൾക്ക് സിമിലർലി ഡ്രോപ്പ് ചെയ്യാൻ പറ്റും 90 ഡിഗ്രി.
അപ്പൊ ഈ മഞ്ഞ കളറിൽ കാണുന്ന ആ ഒരു ഷെയ്ഡഡ് പ്ലെയിൻ കാണുന്നുണ്ടോ? നമ്മുടെ വെൽഡിനുള്ളിലുള്ള ആ ഷെയ്ഡഡ് പ്ലെയിൻ കാണുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ പ്ലെയിൻ കണ്ടോ? ആ പ്ലെയിനിലൂടെ ആയിരിക്കും നമ്മുടെ വെൽഡ് പൊട്ടുന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവുക. ഫെയിലിയർ ഓഫ് ദ വെൽഡ് ഒക്കേഴ്സ്, ഫെയിലിയർ ഓഫ് ദിസ് വെൽഡ് ഒക്കേഴ്സ് ത്രൂ ദീസ് പ്ലെയിൻ ആണ്. അതായത് ഓക്കെ, രണ്ട് പ്ലേറ്റുകളാണ്, ഒന്നിങ്ങനെ ഒന്ന് ഇത്തരത്തിൽ. ഓക്കെ, ഇവിടെ നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് പ്ലേറ്റുകൾ ഒന്നിങ്ങനെ 90 ഡിഗ്രിയിൽ. ഇവർക്കിടയിൽ നമ്മൾ ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട്. എടാ ഈ പ്ലേറ്റുകൾ എങ്ങനെ പൊട്ടാം, ഈ വെൽഡ് എങ്ങനെ പൊട്ടാം? ഈ പ്ലേറ്റ് നിവർന്നു പോകുന്നു. ഇങ്ങനെ 90 ഡിഗ്രിയിൽ നിന്നിരുന്ന പ്ലേറ്റുകൾ 90 ഡിഗ്രിയിൽ നിന്നിരുന്ന പ്ലേറ്റുകൾ നിവർന്നു പോകുമ്പോൾ ഈ വെൽഡിലൂടെയല്ലേ പൊട്ടലുണ്ടാവുക? യെസ്, ഈ പറയുന്ന പ്ലേറ്റ് ഇങ്ങോട്ട് പോകുന്നു, ലെറ്റ്സേ. ഈ പറയുന്ന പ്ലേറ്റ് ഇങ്ങോട്ട് പോകുന്നു, ലെറ്റ്സേ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വെൽഡിലൂടെ പൊട്ടലുണ്ടാകും, ഫെയിലിയർ ഉണ്ടാകും. ഈ കാണുന്ന പ്ലെയിനിലൂടെയാണ് ഫെയിലിയർ ഉണ്ടാവുക. Yes, this is termed as the effective. That is the plane. Effective plane ആണ്. That is the effective plane. That is the plane along which failure occurs. Plane along which failure occurs. And ആ effective plane ന്റെ ഏരിയയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? That is termed as effective area. That is termed as effective area എന്ന് പറയുന്ന ഏരിയ. ഈ പറയുന്ന പ്ലെയിനിന്റെ ഏരിയയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന പ്ലെയിനിന്റെ ഏരിയയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? എഫക്റ്റീവ് ഏരിയ. നോക്കൂ, ഇതിന്റെ ലെങ്ത് എത്രയായിരുന്നു? ഇതിന്റെ ലെങ്ത് എത്രയായിരുന്നു? ഇതായിരുന്നു ലെങ്ത് ഓഫ് ദ വെൽഡ്. ആൻഡ് ഇത്രയും ഡയമെൻഷൻ ആണ് എന്ത്? ത്രോട്ട് തിക്നെസ് TT. ത്രോട്ട് തിക്നെസ് TT. സോ എഫക്റ്റീവ് ഏരിയ ഈസ് ദ ഏരിയ അലോങ് വിച്ച് ഫെയിലിയർ ഒക്കേഴ്സ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? പറയൂ. ദ ഏരിയ, ദ വീക്കസ്റ്റ് ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ ദ ഏരിയ അലോങ് വിച്ച് ഫെയിലിയർ ഒക്കേഴ്സ്. ദ വീക്കസ്റ്റ് ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ ദ ഏരിയ അലോങ് വിച്ച് ഫെയിലിയർ ഒക്കേഴ്സ്. എങ്ങനെ പറയാം? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻടു അടുത്ത ഡയമെൻഷൻ അല്ലേ? യെസ്. സോ ലെങ്ത് ഇൻടു ത്രോട്ട് തിക്നെസ്. പോരെ. സോ എഫക്റ്റീവ് ഏരിയ ഈസ് ദ ഏരിയ അലോങ് വിച്ച് ഫെയിലിയർ ഒക്കേഴ്സ്, വിച്ച് ഈസ് ലെങ്ത് ഇൻടു അടുത്ത ഡയമെൻഷൻ. ഇതാണ് എഫക്റ്റീവ് ഏരിയ എങ്കിൽ ത്രോട്ട് തിക്നെസ് പറയൂ. ത്രോട്ട് തിക്നെസിന്റെ ഡെഫിനിഷൻ ഇതാ കാണൂ. ത്രോട്ട് തിക്നെസ്, ഇറ്റ് ഈസ് ദ തിക്നെസ് അലോങ് വിച്ച് failure occurs. It is the thickness of the weld along which failure occurs. Or failure occur എന്ന് പറഞ്ഞാൽ എന്താണോ? failure occur എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the weakest section അല്ലെ? weakest section അല്ലെങ്കിൽ weakest thickness എന്നൊക്കെ പറയാം. ത്രോട്ട് തിക്നെസിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. It is the thickness along which failure occurs, or it is the weakest section along which failure occurs. Clear അല്ലേ? വീണ്ടും നോക്കിയേ. ചുരുക്കി പറഞ്ഞാൽ വെൽഡ് നമ്മൾ നോക്കിയപ്പോ എന്തോ വൃത്തികെട്ട ഷേപ്പ് ആയിരുന്നു. ആ വൃത്തികെട്ട ഷേപ്പിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് ഐസോസെലസ് ട്രയാങ്കിൾ കണ്ടു. ആ ട്രയാങ്കിളിലെ സൈഡുകളെയാണ് നമ്മൾ സൈസ് ഓഫ് ദ വെൽഡ് എന്ന് പറയാൻ പോകുന്നത്. ഈ പറയുന്ന ട്രയാങ്കിളിന്റെ കോർണറിൽ നിന്നും ഹൈപ്പോട്ടനസിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വെൽഡ് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ which fails in shear ആണ്. ഓക്കെ, വെൽഡ് fails in shear ആട്ടോ. fails in shear ആണ് എന്ന പോയിന്റ് അറിഞ്ഞിരിക്കുക. it is fails in shear. അഥവാ വെൽഡ് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ ഈ പ്ലെയിനിലൂടെയാണ് ഫെയിൽ ആവുക. ആ പ്ലെയിനിന്റെ പേര് എഫക്റ്റീവ് പ്ലെയിൻ, അതിന്റെ ഏരിയ എഫക്റ്റീവ് ഏരിയ, ലെങ്ത് ഇൻടു ത്രോട്ട് തിക്നെസ്. സോ ത്രോട്ട് തിക്നെസ് എന്താണ്? it is the section along which weld fails. it is the section along which weld fails. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും പോയിന്റുകൾ അറിഞ്ഞിരിക്കാൻ നോക്കിയതാ. ഫില്ലറ്റ് വെൽഡിന്റെ ഫിഗർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പ്ലേറ്റുകൾ 90 ഡിഗ്രി ഫില്ലറ്റ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ. അതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടി സൂം ചെയ്യാൻ നോക്കിയതാ. ഇതാണ് രണ്ട് പ്ലേറ്റുകൾ. നമ്മൾ കൊടുത്തിരിക്കുന്ന ഫില്ലറ്റിന്റെ ഷേപ്പ് വേറെന്തോ ഷേപ്പാണ്. ഇതിന്റെ അകത്ത് നിങ്ങൾ ട്രയാങ്കിൾ നിങ്ങൾ ഇൻസേർട്ട് ചെയ്തു. അതിന്റെ വെർട്ടിക്കൽ ലെഗ് ആൻഡ് ഹൊറിസോണ്ടൽ ലെഗ് അവയാണ് സൈസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന കോർണറിൽ നിന്നും ഹൈപ്പോട്ടനസിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചോദ്യം നമ്പർ എത്രയാണ്? മൂന്നാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കുക. ക്ലിയർ? ഇത്രയും പോയിന്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എ ഫില്ലറ്റ് വെൽഡ് മേ ബി ടേംഡ് ആസ്. ചോദ്യം നമ്പർ 3. എ ഫില്ലറ്റ് വെൽഡ് മേ ബി ടേംഡ് ആസ് മിറ്റർ വെൽഡ്, കോൺകേവ് വെൽഡ്, കോൺവെക്സ് വെൽഡ്, ഓൾ ദി അബവ്. ഫില്ലറ്റ് വെൽഡുകളെ നമ്മൾ പല പേരിലും പറയപ്പെടും. നോക്കിയേ, രണ്ട് പ്ലേറ്റുകൾ, ഒന്നാമത്തെ പ്ലേറ്റ് രണ്ടാമത്തെ പ്ലേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ഫില്ലറ്റ് വെൽഡാണ്. ആൻഡ് ഈ ടോപ്പ് സർഫസിന്റെ ഷേപ്പ് എന്താണ്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? ഒരു സംശയമില്ല, ദിസ് ഈസ് കോൺകേവ്. ഇവിടെ നോക്കൂ, അതേ സമയത്ത് ഇതാണ് സ്ഥിരം കാണാറുള്ളത്. ഒന്നാമത്തെ പ്ലേറ്റ് രണ്ടാമത്തെ പ്ലേറ്റ് 90 ഡിഗ്രിയിലാണ് ഇപ്പോ, പക്ഷേ ടോപ്പ് സർഫസിന്റെ ഷേപ്പ് കോൺവെക്സ് ഇൻ ഷേപ്പ് ആണ്. സോ ദിസ് ഈസ് കോൺവെക്സ് ഫില്ലറ്റ് വെൽഡ്. ഇപ്പൊ നോക്കിയേ, ഒന്നാമത്തെ പ്ലേറ്റ് രണ്ടാമത്തെ പ്ലേറ്റ്
വെൽഡിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടോപ്പ് സർഫസ് ഏതാ ഷേപ്പ്? ഇറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ അല്ലെ, കൈൻഡ് ഓഫ് സ്ട്രേറ്റ് ആണ്. ദിസ് ഇസ് നോൺ ആസ് മിറ്റർ വെൽഡ്. ക്ലിയർ അല്ലേ? ഫില്ലറ്റ് വെൽഡുകളുടെ മറ്റു സാധ്യതകൾ, ഫില്ലറ്റ് വെൽഡിന്റെ മറ്റു സാധ്യതകൾ അതാണ് നമ്മളിപ്പോ കണ്ടത്. യെസ്, സോ ഫില്ലറ്റ് വെൽഡ് കാൻ ബി എങ്ങനെയൊക്കെ ആവാം? മിറ്റർ ആവാം, കോൺകേവ് ആവാം, കോൺവെക്സ് ആവാം. ഓൾ ദി അബവ്. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി. ക്ലിയർ? ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫില്ലറ്റ് വെൽഡ്? ക്വസ്റ്റ്യൻ നമ്പർ 4. ഫില്ലറ്റ് വെൽഡിന്റെ മീറ്റർ ഉണ്ട്, സിംഗിൾ ജെ, സ്ക്വയർ, സിംഗിൾ ബിവൽ. എന്താണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ എ. ക്ലിയർ? ഇത് നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കൂ. ഇൻ എ ഫില്ലറ്റ് വെൽഡ് the weakest section is, hey, weakest section, throat of the fillet, smaller side of the fillet, smaller side എന്നാണ് പറഞ്ഞത്. side parallel of the force, side perpendicular to the force അല്ല. ഏതാണ് ആൻസർ? the throat thickness is the weakest section along which failure occurs, is the weakest section along which failure occurs. Clear അല്ലേ? question number 6. fillet weld is not recommended if the angle between the fusion phases, ഫ്യൂഷൻ ഫേസസ് എന്ന് പറഞ്ഞാൽ, ഫ്യൂഷൻ ഫേസസ് എന്ന് പറഞ്ഞാൽ ഞെട്ടരുത്. എടോ, ഇതല്ലേ പ്ലേറ്റ് നമ്പർ 1, ഇതല്ലേ പ്ലേറ്റ് നമ്പർ 2, ഇതിന്റെ ഇടയിലല്ലേ നമ്മൾ വെൽഡിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എടോ, വെൽഡ് കൊടുക്കുമ്പോ യെസ്, ഈ പറയുന്ന ഭാഗങ്ങൾക്കും കൂടി എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഭാഗങ്ങൾക്ക് കൂടിയും എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഒന്ന് ഉരുകി അവരും ആ പറയുന്ന വെൽഡിന്റെ ഭാഗമായി മാറില്ലേ? ഫ്യൂഷൻ അല്ലേ സംഭവിക്കുന്നത്, ഉരുകാൻ ചാൻസ് ഉണ്ട്. സോ 1 എന്ന് പറയുന്ന പ്ലേറ്റിന്റെ ഈ ഒരു ഫേസ്, 2 എന്ന് പറയുന്ന പ്ലേറ്റിന്റെ ഈ ഒരു ഫേസ്, അതിനെയാണ് ഫ്യൂഷൻ ഫേസസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ഫേസസ് ഓക്കെ, അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ് ഇപ്പോ? 90 ഡിഗ്രി. ചോദ്യം എന്തായിരുന്നു? ചോദ്യം ഇങ്ങനെയാണ്. എങ്ങനെയാണ് നോക്കട്ടെ. യെസ്, the fillet weld is not recommended if the angle between the fusion phases, നമ്മൾ പറഞ്ഞു 60 ഡിഗ്രിക്കും 120 ഡിഗ്രിക്കും ഇടയിലായിരിക്കണം. യെസ്, less than, it cannot be used എന്നാണ് ചോദിച്ചിരിക്കുന്നത്. cannot be എന്നാണ് ചോദിച്ചിരിക്കുന്നത്, not. so when it is less than 30 degree it cannot be used. when it is greater than 120 degree it cannot be used. so B and C, option C. clear? okay. yes, അടുത്ത ചോദ്യം question number 7. the size of the right angle fillet weld is given by, the size of the right angle fillet weld is given by, size of the right angle fillet weld is given by എന്നാണ് ചോദ്യം. യെസ്, നോക്കൂ, സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഈ പറയുന്ന ട്രയാങ്കിളിലേക്ക് തിരിച്ചു വരിക. ഈ പറയുന്ന ട്രയാങ്കിളിലേക്ക് തിരിച്ചു വരികയാണ്. ട്രയാങ്കിൾ എവിടെ? നമ്മൾ നേരത്തെ വരച്ച ട്രയാങ്കിൾ എവിടെതാ? ഇതായിരുന്നു ട്രയാങ്കിൾ. ക്ലിയർ അല്ലേ? ഈ ട്രയാങ്കിൾ അറിയാലോ, ഈ പറയുന്നതായിരുന്നു എ ആൻഡ് ബി, അതാണ് അതിന്റെ സൈസ്. സോ ഞാൻ ആ സാധനം വീണ്ടും വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിക്കൂ. the size of the fillet weld, size of the right angle fillet weld is given by, യെസ്, അതിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കൂ, ഇതാ ആ ട്രയാങ്കിൾ വീണ്ടും വരയ്ക്കുന്നു നിങ്ങൾക്ക് വേണ്ടി, എന്നാൽ മാത്രമേ നമുക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. ഇതാ ശ്രദ്ധിച്ചോളൂ, ഇതായിരുന്നു നമ്മുടെ ട്രയാങ്കിൾ അല്ലെ, ഐസോസിസ് ട്രയാങ്കിൾ. ഇതായിരുന്നു സൈസ്, ഇതായിരുന്നു ഒന്നാമത്തെ സൈസ്. അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഈ പറയുന്ന സൈഡാണ് സൈസുകൾ. എസ് എന്ന് മാർക്ക് ചെയ്തു. ഈ പറയുന്ന കോർണറിന് നമുക്ക് ഡ്രോപ്പ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് 90 ഡിഗ്രി. ദിസ് ഈസ് ത്രോട്ട് തിക്നെസ്, അറിയാലോ. ആൻഡ് സിൻസ് ഈ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ ഐസോസിസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതും ആംഗിൾ 45 ഡിഗ്രിയാണ്, ഇതും ആംഗിൾ 45 ഡിഗ്രിയാണ്. വ്യക്തമല്ലേ? ഇനി നോക്കൂ, ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ 2 ട്രയാങ്കിൾ കാണുന്നില്ലേ? ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ 2 ട്രയാങ്കിൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഈ ട്രയാങ്കിൾ മാത്രം നോക്കാം. തൽക്കാലം ആ 2 ട്രയാങ്കിളിലെ ഈ ഷേഡ് ട്രയാങ്കിൾ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതാണ് ഒരു സൈഡ് ത്രോട്ട് തിക്നെസ് ആണ്, ഒരു സൈഡ് എന്താണ്? സൈസ് ആണ്. ഒരു സൈഡ് ത്രോട്ട് തിക്നെസ് ആണ്, ഒരു സൈഡ് എന്താണ്? സൈസ് ആണ്. ആൻഡ് ഈ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. അപ്പൊ നിങ്ങൾ നോക്കിയേ, 45 ഡിഗ്രി, ഈ 45 ഡിഗ്രിയുടെ സൈൻ 45 എടുക്കൂ. സൈൻ 45 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു എന്താ വരിക? ദാറ്റ് വിൽ ബി ത്രോട്ട് തിക്നെസ് ഡിവൈഡ് ബൈ എസ് എന്നല്ലേ വരിക? ദിസ് സൈൻ ആംഗിൾ that is the opposite side by hypotenuse, കാരണം ഇതായിരുന്നു 90 ഡിഗ്രി ഈ ഷേഡ് ട്രയാങ്കിൾ. സോ സൈസ് ആണ് ഓപ്പോസിറ്റ് വരിക. ഈ ഒരു ഇക്വേഷനിൽ നിന്നും വ്യക്തമായി കാണാൻ സാധിക്കും. that is yes, throat thickness is equal to എന്താണ്? yes, s into sin 45 ഡിഗ്രി. that is throat thickness is equal to എന്ത് കാണാം? s into 1 by root 2. that is throat thickness is equal to s by root 2. 1 by root 2 നമുക്കറിയാം. root 2 is equal to എന്തായിരുന്നു? root 2 is equal to yes 1.414 ആണ്. root 2 is equal to എന്താണ്? 1.414 ആണ്. yes, and 1 by, so this will be s divided by 1.414 ആയിരിക്കും. ഏകദേശം throat thickness is equal to
യെസ് 0.707 s എന്നാണ് കിട്ടുക. ദിസ് ഇസ് ദ ജനറൽ ഇക്വേഷൻ ഫോർ ത്രോട്ട് തിക്നെസ്. എപ്പോ when the fillet wells are meeting at 90 degree. when the fillet wells are meeting at 90 degree. നോക്കിയേ, ഈ ഒരു ഇക്വേഷനിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങോട്ട് എത്തുന്നത്? ദ ജനറൽ ഫോർമുല, ജനറൽ ഇക്വേഷൻ ഓഫ് ത്രോട്ട് തിക്നെസ് ഈസ് ഗിവൺ ബൈ k into s എന്ന ഇക്വേഷനിലേക്ക് എത്തിപ്പെടുന്നത്. k into s എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തിപ്പെടുന്നത് അങ്ങനെയാണ്. വേർ k എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ 90 ഡിഗ്രി. യെസ്, ഇപ്പോ കണ്ട ഫോർ 90 ഡിഗ്രി ആണെങ്കിൽ ദ k വാല്യൂ എത്രയാണ്? 0.707 ആണ്. നമ്മൾ എത്ര എടുക്കും? 0.7 എന്ന് എടുക്കും. നമ്മൾ എത്ര എടുക്കും? 0.7 എന്ന് എടുക്കും. ക്ലിയർ ആണോ? പറയൂ. യെസ്. സോ ത്രോട്ട് തിക്നെസിന്റെ ജനറൽ ഫോർമുല എന്താണ്? ഹലോ, ത്രോട്ട് തിക്നെസിന്റെ ജനറൽ ഫോർമുല k into s ആണ്. വേർ s എന്താണ്? സൈസ് ഓഫ് ദ ഫില്ലറ്റ് വെൽഡ്. k എന്ന് പറഞ്ഞാൽ എന്താണ്? k is a constant depends on the angle between the depends on angle between the plates. angle between plates ആണ്. പ്ലേറ്റുകൾ തമ്മിലുള്ള ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ 90 ഡിഗ്രി ആയതുകൊണ്ട് എത്രയാണ് വാല്യൂ? 0.7 ആണ്. ഇവിടെ പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദ ഫില്ലറ്റ് വെൽഡ് എന്നാണ്. നമുക്കറിയാം ത്രോട്ട് തിക്നെസ് ഈസ് ഈക്വൽ ടു എന്താണ്? k into s ആണ്. and if nothing else is mentioned, നമ്മളുടെ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് 90 ഡിഗ്രി ആയിരിക്കും. സോ s will be is equal to ത്രോട്ട് തിക്നെസ് ഡിവൈഡ് ബൈ എന്താണ്? yes, k എന്നാണ് വരിക. that is ത്രോട്ട് തിക്നെസ് is equal to ത്രോട്ട് തിക്നെസ് divided by 0.7. so if you do that value, നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കൂ മിസ്റ്റർ. 1 divided by 0.7 ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? this will be is equal to 1.414 ത്രോട്ട് തിക്നെസ് എന്നാണ് കിട്ടുക അല്ലെ? അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും മതി. നോക്കിയാൽ ഇവിടെ സൈസ് എത്രയാണ്? യെസ്, ഇവിടുത്തെ സൈസ് എത്രയാണ്? യെസ്, ഇവിടെ നോക്കിയേ, sin 45 is equal to ത്രോട്ട് തിക്നെസ് ആയിരുന്നു ഡിവൈഡ് ബൈ s. ഇവിടുന്ന് s is equal എന്ത് വരും? ത്രോട്ട് തിക്നെസ് into √2 എന്ന് വരും അല്ലെ? √2 എന്ന് പറഞ്ഞാൽ 1.414. സോ s എത്ര വേണ്ടത്? സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഈസ് 1.414 ടൈംസ് ത്രോട്ട് തിക്നെസ് ആണ് വരിക. ഓപ്ഷനുകളിലേക്ക് നോക്കുമ്പോൾ 0.707 ത്രോട്ട് തിക്നെസ്, 0.414 വന്നിട്ടുണ്ട്. ത്രോട്ട് തിക്നെസ് വെറും വന്നിട്ടുണ്ട്. യെസ്, ആൻഡ് 2 times the ത്രോട്ട് തിക്നെസ് വന്നിട്ടുണ്ട്. സോ ഏതായാലും വരിക ഇപ്പോ ഓപ്ഷനുകൾ ഇല്ലാത്ത ഒരവസ്ഥയാണ്. സോ ഇവിടെ ഓപ്ഷൻ എന്തുണ്ടാവേണ്ടിയിരുന്നു? യെസ്, 1.414 എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഓപ്ഷനെ പിടിച്ച് എന്താക്കാം? യെസ്, ആൻസർ ആക്കി മാറ്റാമായിരുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ചാടിക്കേറി ആൻസർ ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ലെറ്റ്സ് സേ ദാറ്റ് ഈസ് 1.414 ആണ് ഇൻടു ത്രോട്ട് ടൈപ്പ് തിക്നെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പറയുന്ന ക്വസ്റ്റ്യനിലേക്ക് കണ്ണോടിച്ച് നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 7ാമത്തെ ചോദ്യം അല്ലെ? 7ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 8ാമത്തെ ചോദ്യമാണ്. എത്രാമത്തെ ചോദ്യമാണിത്? ചോദ്യ നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 8ാമത്തെ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ഇതാ ശ്രദ്ധിക്കൂ. 8ാമത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ in case of fillet weld the value of k when the angle is 110 degree between the fusion faces. അപ്പോൾ ആ ടേബിൾ അറിയണം. നോക്കിയ ടേബിൾ ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. നമുക്കറിയാം ത്രോട്ട് തിക്നെസ് is equal to k into s ആണ്. and k is a constant depends on ഏതായിരുന്നു? ആംഗിൾ ആയിരുന്നു. depends on ഏതാണ്? ആംഗിൾ ആണ്. അറിയാലോ? യെസ്, 90 ഡിഗ്രി ആണെങ്കിലാണ് k ന്റെ വാല്യൂ 0.7 എന്നാവുന്നത്. 90 ഡിഗ്രി ആണെങ്കിലാണ് k ന്റെ വാല്യൂ 0.7 എന്നാവുന്നത്. ശ്രദ്ധിക്കൂ. ഇതാ നമുക്ക് ടേബിൾ എഴുതാം. 60 ഡിഗ്രി ടു 90 ഡിഗ്രി ആകുമ്പോൾ, പിന്നീട് 91 ഡിഗ്രി ടു 100 ഡിഗ്രി ആകുമ്പോൾ, 101 ഡിഗ്രി മുതൽ 106 ഡിഗ്രി ആകുമ്പോൾ, 107 ഡിഗ്രി മുതൽ 113 ഡിഗ്രി ആകുമ്പോൾ, 114 ഡിഗ്രി മുതൽ 120 ഡിഗ്രി ആകുമ്പോൾ എത്രയാണ് k ന്റെ വാല്യൂ എന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് k യുടെ വാല്യൂ വരാൻ പോകുന്നത്. യെസ്, ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. and the value k. നോക്കിയേ, 0.7 ൽ തുടങ്ങുന്നു, 0.65 ലേക്ക്, 0.6 ലേക്ക്, 0.55 ലേക്ക് ആൻഡ് 0.5 ലേക്ക് എത്തി നിൽക്കുന്നു ഈ ഒരു അവസരത്തിൽ. ക്ലിയർ അല്ലേ? ഇപ്പോൾ ആംഗിൾ എത്രയാണ്? 110 എന്ന് പറയുമ്പോൾ ഏതാ റേഞ്ച്? 110 ഏതാ റേഞ്ച്? യെസ്, 107 മുതൽ 113 എന്ന് പറയുന്ന റേഞ്ച് ആണ്. 110 ഡിഗ്രി ഇതാ ഈ റേഞ്ചിലാണ് വരുന്നത്. സോ ആൻസർ വിൽ ബി 0.5 ആയിരിക്കും. ഈ ടേബിൾ മഹാ ഇമ്പോർട്ടന്റ് ആണ്. വെറും ഇമ്പോർട്ടന്റ് അല്ല. യെസ്, ഗംഭീര ഇമ്പോർട്ടന്റ് ആയ ടേബിൾ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. The perpendicular distance
the perpendicular distance between the corner and the hypotenuse of the welded cross section in a fillet weld is known as. അതിനെയാണ് leg of the weld, size of the weld, effective length, നമ്മുടെ സ്വന്തം throat thickness. നമ്മുടെ സ്വന്തം throat thickness ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 10. If the size of the weld, fillet weld is 6 mm. So size is given as 6 mm ആണ്. Yes. What is the throat thickness in mm എന്നാണ്. What is the throat thickness in mm എന്നാണ് ചോദ്യം. നോക്കിയേ, ഇവിടെ പ്ലേറ്റുകൾ ഏത് ആംഗിളിൽ കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആംഗിൾ എത്ര എടുക്കും? എപ്പോഴും 90 ഡിഗ്രി എന്ന് എടുക്കും. 90 ഡിഗ്രി ആണെങ്കിൽ k is equal to 0.7 ആണ്. throat thickness is equal to എന്തായിരുന്നു? k into s ആയിരുന്നു. So this will be 0.7 into 6 ആയിരിക്കും. That is equal to 4.2 mm ആയിരിക്കും. 4.2 mm ആയിരിക്കും. So ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 11. Two steel plates ആണ്. Okay, parts at right angles are welded with a fillet weld of size 10 mm. Size തന്നിട്ടുണ്ട് 10 mm ആണ്. Okay. What is the throat thickness of the fillet weld should be? നമുക്കറിയാം 90 ഡിഗ്രി എന്ന് പറയുന്നുണ്ട് k is equal to 0.7 ആയിരിക്കും. ഇപ്പോ പറഞ്ഞ പോലെ തന്നെ yes, throat thickness is k into s ആണ്. So 0.7 into 10 mm എന്നാണ്. That is the very simple answer. That is 7 mm എന്ന് വരും. Clear അല്ലേ? That is option A ആണ്. Point okay ആണോ? Point okay ആണോ? Yes. നിങ്ങൾ നോക്കിയേ, what is the strength of the weld is equal to എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 12 ചോദിക്കുന്നത് what is the strength of the weld എന്നാണ്. What is the strength of the weld എന്നാണ് ചോദ്യം. നമുക്കറിയാമായിരുന്നു. നോക്കിയേ, ഈ ഫിഗർ വീണ്ടും കൊണ്ടുവരികയാണ് ഇവിടേക്ക്. ഈ പറയുന്ന ഫിഗർ നിങ്ങൾക്കറിയാം. യെസ്, ഇതായിരുന്നു നമ്മുടെ വെൽഡിന്റെ യെസ് ഫെയിൽ ആകുന്ന ഏരിയ അല്ലെ. ഫെയിൽ ആകുന്ന ഏരിയ ഇതാണ്. ആ ഏരിയ എത്രയായിരുന്നു? ലെങ്ത് ഓഫ് ദ വെൽഡ് ഇൻടു എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ആണ്. ലെങ്ത് ഓഫ് ദ വെൽഡ് ഇൻടു എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് ആണ്. ആൻഡ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വെൽഡ് ഫെയിൽ ആവുന്ന ഏതിലാണ്? വെൽഡ് ഫെയിൽസ് ഇൻ ഷിയർ അല്ലേ? വെൽഡ് ഫെയിൽസ് ഇൻ ഷിയർ ആണ്. നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം ഒരു സാധനം എന്തിനാണ് ഫെയിൽ ആവുന്നത്. ഒരു സാധനത്തിന്റെ ഫെയിലിയർ ഒക്കെ അറിയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോ അതിനെ വളരെ സേഫ് ആയിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ ആ ഫെയിലിയറിനെ കുറിച്ച് അറിയുകയും ആ ഫെയിലിയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്താൽ പോലെ. ഡിസൈനിങ് എന്ന് എവിടെ പറഞ്ഞാലും അതിനർത്ഥം എന്താണ്? നമുക്ക് ആ ഒരു സാധനം, ആ ഒരു ഫില്ലറ്റ് വെൽഡ് അല്ലെങ്കിൽ ആ ഒരു മെമ്പർ എന്തെങ്കിലും ആകട്ടെ, അത് ഏതിൽ ഫെയിൽ ആകുന്നു എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ഏതിലാണോ അത് ഫെയിൽ ആകുന്നത് നിങ്ങൾ അതിനു വേണ്ടി ഡിസൈൻ ചെയ്യാം. ഏതിലാണോ അതിന് ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് അതിനെ സേഫ് ആക്കി നിർത്തുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുക. ഇപ്പൊ നമ്മൾ കണ്ടു വെൽഡുകൾ ഫെയിൽ ആവുന്നത് ഷിയറിലാണ്. സോ ഏതിലാണ് ഫെയിൽ ആവുന്നത്? ഷിയറിലാണ് ഫെയിൽ ആവുന്നത്. യെസ്, നിങ്ങൾ എന്ത് ചെയ്യുക? വെൽഡിനെ ഷിയറിന് വേണ്ടി ഡിസൈൻ ചെയ്യുക. വെൽഡിനെ ഷിയറിന് വേണ്ടി ഡിസൈൻ ചെയ്യുക. യെസ്, അതായത് ഷിയർ സ്ട്രെങ്ത്. ഷിയർ സ്ട്രെങ്ത് പറയുന്നതിന് മുമ്പ് നോക്കിയ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻടു ഏരിയ ആണ്. സ്ട്രെസ് ഇൻടു ഏരിയ അല്ലേ? ഏരിയ അല്ലേ? ഇപ്പൊ നമ്മൾ ഈ ഫോഴ്സ് ദാറ്റ് ഈസ് പർട്ടിക്കുലർലി സ്ട്രെസ് ഇൻടു ഏരിയ ആണ്. നമ്മുടെ ഇപ്പൊ സ്ട്രെസ് ഏതാണ്? ഷിയർ സ്ട്രെസ് ആണ്. യെസ്, നിങ്ങളുടെ വെൽഡിന് എടുക്കാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് ഇൻടു കറസ്പോണ്ടിങ് എഫക്റ്റീവ് ഏരിയ ചെയ്താൽ പോരെ. എഫക്റ്റീവ് ഏരിയ ചെയ്താൽ പോരെ. സ്ട്രെസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആയിരിക്കും. എഫക്റ്റീവ് ഏരിയയുടെ യൂണിറ്റ് mm സ്ക്വയർ ആണ്. യെസ്, ക്യാൻസൽ യു ഗെറ്റ് ദ വാല്യൂ ന്യൂട്ടൺ. ഫോഴ്സ്, ദിസ് ഈസ് ദ യെസ് സ്ട്രെങ്ത് ഓഫ് ദ വെൽഡ്. ദിസ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ വെൽഡ് അല്ലെ? ഓർ ഇതിനെ എന്തും കൂടി പറയാം, ദാറ്റ് ഈസ് ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ വെൽഡ്. ഷിയർ സ്ട്രെങ്ത് ഓഫ് വെൽഡ് എന്നും പറയാം. പോയിന്റ് ക്ലിയർ ആണോ? ഏതിലാണോ അത് ഫെയിൽ ആകുന്നത്, ഏതിലാ ഫെയിൽ ആവുക? ഷിയർ സ്ട്രെസ് അല്ലെ? ഏതൊരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ് എത്തുമ്പോൾ അത് ഫെയിൽ ആവും. അത് ഫെയിൽ ആവും. ഇൻടു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഫോഴ്സ് കിട്ടും. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് സ്ട്രെങ്ത് കിട്ടും. ഏതിലാണോ ഫെയിലർ ആവുന്നത് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ടി ഡിസൈൻ ചെയ്യുക. അതാണ് എപ്പോഴും ഡിസൈനിങ് എന്ന് പറയുന്നത്. ക്ലിയർ പോയിന്റ്. നോക്കിയാൽ ഫില്ലറ്റ് വെൽഡിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ വരുന്ന സെഷനിൽ ചെയ്യും. അതിനു മുമ്പ് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അറിവിലേക്ക് സൈലന്റ് ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്നും 2 പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. LSD AE നോട്ടിഫിക്കേഷൻ വന്ന ഈ സാഹചര്യത്തിൽ ഓൾറെഡി കണ്ടന്റുകൾ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ക്വസ്റ്റ്യൻസിലൂടെ നമ്മുടെ മൊത്തം ടോപ്പിക്സും റിവൈസ് ചെയ്യാം. നല്ല നല്ല ക്വസ്റ്റ്യൻസുകൾ. ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇതേപോലെ തന്നെ അതിന് ചുറ്റുമുള്ള കൺസെപ്റ്റുകളും പറഞ്ഞുകൊണ്ട് മറ്റുള്ള പോയിന്റുകളും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ഒരു LSD AE ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് ലോഞ്ച് ചെയ്യുകയാണ്. യെസ്, ജനുവരി 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. വെറും 999 രൂപയ്ക്കാണ് ഈ പറയുന്ന മുഴുവൻ സാധനവും നിങ്ങളിലേക്ക് എത്തുന്നത്. കിടിലൻ സാധനമാണ്. ക്വസ്റ്റ്യൻസിലൂടെ അതിന് ചുറ്റുമുള്ള തിയറികൾ കണ്ടുകൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ഒരു റിവിഷൻ തന്നെയാണ് നടക്കുന്നത്. ഓൾറെഡി പഠിച്ച ആളുകൾക്ക് ഇത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, വിവരങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. യെസ്, ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇതേപോലെ തന്നെ ജനുവരി 1 മറ്റൊരു കോഴ്സും കൂടി നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. ITI സിവിൽ കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ബാച്ച്. യെസ്, സ്പെഷ്യൽ
ഓൺലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പേര് നമ്മുടെ നിമി ബാച്ചാണ്. നിമിയിലുള്ള കണ്ടന്റുകളെ മാത്രം കോർത്തിണക്കിക്കൊണ്ട് അതിലുള്ള കൺസെപ്റ്റുകളും ചോദ്യങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ള ബാച്ചാണ്. നിമിയിലെ പോയിന്റുകൾ മാത്രമാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജനുവരി 1 ഈ പറയുന്ന കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. ഓൺലൈൻ ആയിട്ടാണ് പരിപാടി. മൊത്തവും സൈലം ആപ്പിലൂടെയാണ് അവൈലബിൾ ആവുക. വെറും 999 രൂപയ്ക്കാണ്. കൂടുതൽ കാര്യങ്ങൾ വിളിച്ചറിയാൻ ചോദിച്ചറിയാം. ഈ നമ്പറിൽ വിളിക്കുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. വരാൻ പോകുന്ന എക്സാമുകളിൽ നമുക്ക് കിടലായിട്ട് പെർഫോം ചെയ്യാം. ക്ലിയർലേ? ഇന്നത്തെ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.